നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആടുജീവിതം എന്ന നോവലിനെയും സിനിമയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഓരോ ദിവസവും കഴിയുന്തോറും വിവാദങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം, ആടുജീവിതം എന്ന ആ നോവൽ ഇറങ്ങിയ സമയത്ത് തന്നെ അതിന് വലിയ രീതിയിൽ പ്രചാരം കൊടുത്തൊരു ടാഗ് ലൈൻ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്ന തരത്തിലുള്ളത്. അന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരാളുടെ ജീവിത കഥയാണ് എന്ന തരത്തിലാണ് ആ നോവൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അത് അത്ര വലിയ സ്വീകാര്യത കിട്ടിയത്. അത് വെറും നോവലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആളുകളെ അത്രമേൽ ആഴത്തിൽ സ്പർശിക്കില്ലായിരുന്നു. അത് നജീബ് എന്നൊരു വ്യക്തി അനുഭവിച്ച യാതനയുടെ കഥയായതുകൊണ്ടാണ് ആ നോവലും ഇപ്പോൾ സിനിമയുമൊക്കെ വലിയ വിജയത്തിലേക്ക് പോകുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അതിനൊപ്പം വിവാദമുണ്ട്. യഥാർത്ഥത്തിൽ ആ നജീബ് അനുഭവിച്ചിട്ടില്ലാത്ത കാര്യം നോവലിൽ എഴുതി ചേർക്കുകയും പിന്നീട് അത് സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയും സെൻസർ ബോർഡ് അത് കട്ട് ചെയ്ത് എന്ന് പറയുകയും ചെയ്തത് അതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിൻ തന്നെയാണ്. എന്നാൽ നജീബ് പറയുന്നത് ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഞാൻ ചെയ്തിട്ടില്ലെന്നും ആടുകൾ എനിക്ക് മക്കളെ പോലെയായിരുന്നു എന്നും എനിക്ക് അവരോട് അങ്ങനെ ഒരു വികാരമില്ലായിരുന്നു എന്നും ബെന്യാമിനെ ഖണ്ഡിച്ചുകൊണ്ട് നജീബ് പറയുമ്പോൾ, പക്ഷേ ബെന്യാമിൻ ഇപ്പോൾ പറയുന്നത് അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമായിരുന്നെന്നും ഇതേതെങ്കിലും ഹക്കീമിൻ്റെയോ നജീബിൻ്റെയോ സുക്കൂറിൻ്റെയോ കഥയല്ലെന്നും ഇത് ശരിക്കും നോവലാണെന്നും ആ നോവലെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന തരത്തിൽ നേരെ പ്ലേറ്റ് തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. കഴിഞ്ഞ 20 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു. എൻ്റെ കഥയിലെ നായകൻ നജീബാണ്, ഷുക്കൂറല്ല. അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ്. അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 30% താഴെ മാത്രമേ അതിൽ ഷുക്കൂറുള്ളൂ. ഷുക്കൂറിൻ്റെ ജീവിതകഥ അല്ല ആടുജീവിതം. അതെൻ്റെ നോവലാണ്. നോവൽ അത് അതിൻ്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജീവിതകഥ ആണെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണ പിശകാണ്. അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനാണ് ഉത്തരവാദി. എനിക്കതിന് വിശദീകരണങ്ങളുണ്ട്. 1000 വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക. ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക. നോവലിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി പറയുന്നു, നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇത് നടന്ന ജീവിതകഥയാണ്, നജീബിൻ്റെ കഥയാണ്, ഹക്കീമിൻ്റെ കഥയാണ്, അവരുടെ കഥയാണ്, ഇവരുടെ കഥയാണ്. ഒരു ഷുക്കൂറിനെ കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ അവസാനം പറയുന്നത് അത് പലരുടെയും ജീവിതകഥയായിരിക്കാം, ഒരു 30% മാത്രം കാണും, ബാക്കിയൊക്കെ എൻ്റെ ഭാവനയാണ്, നോവലാണ് എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് നജീബ് എന്ന് പറഞ്ഞ ഒരാളെയും കെട്ടിയെഴുന്നള്ളിച്ച് ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കിന് നടക്കുന്ന ഇടത്തെല്ലാം കൊണ്ട് അദ്ദേഹത്തെയും കൊണ്ടുപോയി പിന്നീട് ഓരോ ഇൻ്റർവ്യൂ എടുക്കുന്നു, സകല മീഡിയകളും അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കുന്നു. ഇതൊക്കെ കാണിച്ച് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ മുൻപ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലും ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബെന്യാമിൻ അസാധ്യമായി എഴുതുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഭാഷാ ശൈലിയൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ആടുജീവിതം എന്ന നോവൽ അത്രയും സ്വീകാര്യത വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവനയും ഇംഗ്ലീഷ് സിനിമയായിട്ടുള്ള കാസ്റ്റവേ എന്ന ഒരു സിനിമയിലെ അതിലെ നായകൻ്റെ കുറച്ച് കാര്യങ്ങളും, അതേപോലെ തന്നെ ദ റോഡ് ടു മെക്ക എന്നൊരു ഗ്രന്ഥമുണ്ട്. അതൊരു പാകിസ്ഥാൻ ഗ്രന്ഥകാരൻ്റെയാണ്. അതിലെ ചില കാര്യങ്ങളുമൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാവനയും കൂടെ ചേർത്ത് എഴുതിയ ഒരു സംഗതിയാണ് ഈ ആടുജീവിതം എന്ന നോവൽ. അതിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നജീബിനെ കണ്ടെത്തുകയും ആ നജീബിൻ്റെ ജീവിതമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിന് പിഴച്ചത് നജീബ് ആടുമായിട്ട് ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമയിലുണ്ടായിരുന്നു പറഞ്ഞ് നോവലിൽ അത് എഴുതി വെച്ചു. പക്ഷേ നജീബ് അത് നിഷേധിക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു പറയുന്നു. അപ്പോഴിതാ അദ്ദേഹം ഇതുവരെ പറഞ്ഞതെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു അത് കേവലം നോവൽ മാത്രമാണ്, ഞാൻ ആ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നോവലാണ്. ചിലരുടെ ജീവിതമായിട്ട് സാമ്യം ഉണ്ടായിരിക്കാം എങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് സിനിമയിൽ പോലും, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോലും എഴുതി വെച്ചിരിക്കുന്നത്. ആ നോവൽ വിറ്റടിച്ചത് മൊത്തം ഇത് നജീബിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അവസാനം ഇതെല്ലാം നിരാകരിച്ചുകൊണ്ട് ബെന്യാമിൻ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ കുബുദ്ധിമാനായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയൊക്കെ ആരോപിക്കുന്ന പോലെ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുബുദ്ധിയോടുകൂടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളെ ഇയാൾ പറ്റിക്കുകയല്ലായിരുന്നോ ചെയ്തത്? വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.